Hi friends, Assalamualaikum. Welcome back to Jashis Cookbook. Jashis Cookbookലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കുറുമ നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്ത് അതോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഒക്കെ ചേർത്താണ് നമ്മൾ മിക്കവാറും കുറുമ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിൽ ഈ പറഞ്ഞതൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കി കാണിക്കുന്നത്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ വീട്ടിലുള്ള സ്ഥിരം കുറച്ച് ചേരുവകളൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നോക്കാല്ലേ ചിക്കൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. നമ്മളുടെ ഈ ചാനലിൽ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പികൾ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ കുറുമ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചേരുവകളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് എന്തെല്ലാമാണെന്ന് നോക്കാം. 4 മീഡിയം സൈസിലുള്ള സബോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി. ഞാൻ 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി എടുക്കുന്നത്. പിന്നെ ഞാൻ കറിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. ഇത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ വേണം. എല്ലാം കൂടെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ ആദ്യം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം പകുതി സബോള അരച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഇട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ചട്ടിയോ അല്ലെങ്കിൽ പാനോ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായാൽ ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അരച്ചെടുത്തതായതുകൊണ്ട് സബോള ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോസ്മെൽ നന്നായി മാറുന്നത് വരെ തന്നെ നല്ല പോലെ വഴറ്റിനെ വേണം. അല്ലെങ്കിൽ ആ കറിയിലും ആ ഒരു പച്ചമണം വരും. ഇപ്പം ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. സബോള അരച്ചതായതുകൊണ്ട് വഴന്നു വരും തോറും ഗ്രീനിഷ് കളറിലായിട്ടാണ് വരിക. പക്ഷെ അത് കുഴപ്പമില്ല, ബാക്കി ചേരുവകളെല്ലാം ചേർക്കുമ്പോൾ കളർ മാറി വന്നോളും. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. നമ്മൾ ഈ കറിയിലേക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് അണ്ടിപ്പരിപ്പിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ പകുതി വേവായാൽ ഈ അരച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി തുറന്ന് വെച്ച് കറി ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ദാ ചിക്കൻ കുറുമ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടെ കസൂരി മേത്തി ചേർക്കാം. കസൂരി മേത്തിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും കറിക്ക് നല്ല ടേസ്റ്റ് തരും. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കുറുമ ഇവിടെ റെഡിയായി. പ്രത്യേകിച്ചൊരു കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും. ബായ്, അസ്സലാമു അലൈക്കും.